പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. ആദ്യ റൗണ്ടിലെ അവസാന ഫേറ്റൽ ഫോർവേ ക്വാളിഫയർ മത്സരം നമുക്ക് ഇന്നത്തെ റോയിലെ ആദ്യ മത്സരമായി കാണാൻ സാധിച്ചു. റിട്ടേൺ ചെയ്തു വന്ന ആസ്ക, സ്റ്റെഫിനി വെക്കേർ, റഗൽ റോഡ്രിഗസ്, ഐവി നൈൽ തുടങ്ങിയവരായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആസ്ക വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഐവി നൈലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ആസ്ക വിജയിക്കുമെന്നുള്ള ഒരു ഡിസിഷൻ അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. ആസ്കയുടെ വിജയത്തോടു കൂടി ഇനി വരാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ആസ്കയും അലക്സിയ ബ്ലിസും തമ്മിലുള്ള ഒരു സെമി ഫൈനൽ മത്സരം ഔദ്യോഗികമായി ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ അടുത്ത ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നോണം കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലെ മെയിൻ ഇവൻറ്റിലാണ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിലെ ആദ്യ റൗണ്ടിലെ അവസാന ഫേറ്റൽ ഫോർവേ മത്സരം കാണാൻ സാധിച്ചത്. മെയിൻ ഇവൻറ്റ് ജെ ഊസോ, റൂസേവ്, ഷെയ്മസ്, ബ്രോൺസൺ റീഡ് തുടങ്ങിയവരായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. മെയിൻ ഇവൻറ്റ് ജെ ഊസോ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സംഭവ ബഹുലമായിട്ടുള്ള ഒരു മെയിൻ ഇവൻ്റ് ആയിരുന്നു. ബ്രോൺസൺ റീഡ് വിജയിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് സാമി സെയിന്, അതുപോലെ തന്നെ പെൻഡ, അതുപോലെ തന്നെ ബ്രോൺസൺ റീഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രോൺ ബ്രേക്കർ, ഈ ബ്രോൺസൺ റീഡ് പിന്നെയും വിജയിക്കാൻ പോകുന്ന സമയത്ത് LA നൈറ്റ്, ഇങ്ങനെ കുറേയധികം താരങ്ങളുടെ ഒരു ഇൻ്റർഫിയറൻസും ഡിസ്ട്രാക്ഷനും ഒക്കെ ഈ ഫേറ്റൽ ഫോർവേ മത്സരത്തിന് ഉടനീളം ഉണ്ടായിരുന്നു. അവസാനം LA നൈറ്റും കൂടി വന്ന് ഒരു വലിയൊരു അറ്റാക്ക് ബ്രോൺസൺ റീഡിനെതിരെ കാഴ്ചവെക്കുന്ന അവസരം മുതലെടുത്തുകൊണ്ട് ജെ ഊസോ ഈ ഫേറ്റൽ ഫോർവേയിൽ വിജയിച്ച് അവസാനത്തെ ക്വാളിഫയർ ആയിക്കൊണ്ട് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ അടുത്ത റോ എപ്പിസോഡിൽ കോഡി റോഡ്സിനെതിരെ ജെ ഊസോ മെയിൻ ഇവൻറ്റിൽ തന്നെ ഒരു സെമി ഫൈനൽ മത്സരം കളിക്കുമെന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. വിമൻസിൻ്റെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ചിൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് കൺഫേം ചെയ്തിട്ടുണ്ട്. സൂപ്പർ താരമായ ബെയ്ലിക്കെതിരെയാണ് ബെക്കി ലഞ്ച് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ബെയ്ലി റസൽമീനിയയ്ക്ക് ശേഷം നടത്തിയ ആദ്യ പ്രൊമോ കാണാൻ സാധിച്ചു. ബെക്കി ലഞ്ചിനെ ചലഞ്ച് ചെയ്യുകയാണ് ബെയ്ലി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെക്കി അങ്ങോട്ടേക്ക് വരുന്നു. ഇരുവരുടെയും പ്രൊമോ ബാറ്റിൽ പേഴ്സണൽ അറ്റാക്കിലേക്ക് കടക്കുന്നു. അവസാനം ബെയ്ലിയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി ബെക്കി ലഞ്ച് അവിടെ വിട്ടു പോകുന്ന ഒരു മൊമെൻറ്റും പിന്നീട് വന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഈ മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് നിക് ഓൾഡിസ് ഒഫീഷ്യലി കൺഫേം ചെയ്ത് കൊടുക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള മറ്റൊരു മത്സരം ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരമാണ്. സ്മാക്ഡൗണിൽ നിന്ന് വിജയിച്ചു വന്ന ജേഡ് കാർഗിലും കഴിഞ്ഞ റോയിൽ വിജയിച്ച റോക്സിനി പെരസും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരവും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളതും മെയിൻ ഇവൻറ്റ് സാധ്യത കൂടുതലുള്ളതും നമ്മൾ ഓൾറെഡി പറഞ്ഞ കോഡി റോഡ്സ് വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മത്സരമാണ്. സംഭവ ബഹുലമായിട്ടുള്ള ഒരു റോ എപ്പിസോഡായിരിക്കും അടുത്ത ആഴ്ച എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നാലാമത്തെ അപ്ഡേറ്റ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന അടുത്ത സ്പെഷ്യൽ എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. ജൂലൈ 13-ാം തീയതി ഞായറാഴ്ച രാവിലെ 5:30 മുതൽ നമുക്ക് ലൈവായി കാണാൻ സാധിക്കുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലേക്കുള്ള ആദ്യ മത്സരം കൺഫേം ചെയ്തിരിക്കുന്നു. ഈ മത്സരം തന്നെയായിരിക്കും മെയിൻ ഇവൻ്റായിട്ടും നടക്കാൻ പോകുന്നത്. അറ്റ്ലാന്റ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നടക്കുന്ന മത്സരത്തിൽ റിട്ടേൺ ചെയ്തു വന്ന ഹോൾ ഓഫ് ഫെയിമറായ ഗോൾബർഗ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്തറിൻ്റെ ചാമ്പ്യൻഷിപ്പിനാണ് ചലഞ്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓൾറെഡി ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗിന്തറിനാണോ ഗോൾബർഗിനാണോ വിജയ സാധ്യത? നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റീരിയോ സൂപ്പർ താരമായ AJ സ്റ്റൈൽസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. AJ സ്റ്റൈൽസ് വേഴ്സസ് JD മെക്ഡോണ തമ്മിലുള്ള ഒരു ഗംഭീര 1-on-1 മത്സരം നമുക്കിന്ന് കാണാൻ സാധിച്ചു. മത്സരത്തിൽ JD മെക്ഡോണയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് AJ സ്റ്റൈൽസ് വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം ജഡ്ജ്മെൻറ്റിൻ്റെ ടീമിൻ്റെ ലീഡറായ ഫിൻ ബാലറും ചാമ്പ്യനായ ഡൊമിനിക്കും JD മെക്ഡോണയും ചേർന്ന് AJ സ്റ്റൈൽസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചാമ്പ്യൻഷിപ്പ് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന AJയുടെ ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നീട് സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറും ഇന്ന് റോ കൺട്രോൾ ചെയ്ത നിക് ഓൾഡിസിൻ്റെ അടുത്തേക്ക് പോയി ചാമ്പ്യൻഷിപ്പ് ഹാൻഡ് ഓവർ ചെയ്യുകയും നിക് ഓൾഡിസ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നൈറ്റ് ഓഫ് ചാമ്പ്യൻസിലേക്ക് AJ സ്റ്റൈൽസിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. AJ സ്റ്റൈൽസിൻ്റെ വിജയ സാധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡൊമിനിക്ക് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്തേക്കാം. നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആ മത്സരത്തെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ആറാമത്തെ അപ്ഡേറ്റ്
ഇതൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അല്ല. ലിവ് മോർഗൻ്റെ ഷോൾഡറിന് വലിയ രീതിയിലുള്ള ഒരു ഇഞ്ചുറി നേരിടുന്നതായി നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. മെയിൻ ഇവൻറ്റിലെ ഫേറ്റൽ ഫോർവേ മത്സരത്തിന് മുൻപ് ലിവ് മോർഗൻ വേഴ്സസ് കൈറി സെയിൻ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നടക്കേണ്ടതായിരുന്നു. മത്സരം ആരംഭിച്ചു. വിത്തിൻ സെക്കൻഡ്സ് ലിവ് മോർഗൻ്റെ ഷോൾഡറിന് ഇഞ്ചുറി പറ്റുകയും മത്സരം അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ലിവ് മോർഗന് മത്സരം തുടരാൻ സാധിക്കില്ല എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരികയും കൈറി സെയിനെ വിജയിപ്പിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു ഇഞ്ചുറി 100% അത് റിയൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ്. സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു ഇഞ്ചുറി അല്ല. അവർ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഭാഗത്തിൽ കൈ കൃത്യമായി ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഷോൾഡർ ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ 4 മാസമെങ്കിലും ലിവ് മോർഗൻ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളൊരു വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. ലിവ് മോർഗനും റെഗൽ റോഡ്രിഗസുമാണ് നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാർ എന്ന് പറയുന്നത്. കൂടാതെ ലിവ് മോർഗന് റോയിലും ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട്. നിക്കി ബെല്ല എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറിനെതിരെയാണ് സ്റ്റോറി ഉള്ളത്. ഇന്നത്തെ റോയിലും ലിവ് മോർഗൻ്റെ ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് റോ എപ്പിസോഡ് ആരംഭിക്കുന്നത്. വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ഇയോ സ്കൈക്കെതിരെയായിരുന്നു ആ ഒരു സെഗ്മെൻറ്റ്. അങ്ങനെ സ്റ്റോറി ലൈനുകളിൽ ഉടനീളം തിളങ്ങി നിൽക്കുന്ന എല്ലാ റോ എപ്പിസോഡുകളിലും വന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ലിവ് മോർഗൻ, നിലവിലെ ചാമ്പ്യനുമായ ലിവ് മോർഗന് ഇഞ്ചുറി പറ്റുമ്പോൾ അത് റോയുടെ സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ജഡ്ജ്മെൻറ്റുടെ ടീമിലെ അംഗമായതുകൊണ്ട് തന്നെ ജഡ്ജ്മെൻറ്റുടെ ടീമിൻ്റെ സ്റ്റോറി ലൈനെയും നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകളൊന്നും ലിവ് മോർഗന് അനുകൂലമല്ല. ഇഞ്ചുറി മാറാൻ കുറച്ച് സമയമെടുക്കും. അതിനിടയിൽ ചിലപ്പോൾ ചാമ്പ്യൻഷിപ്പ് വെക്കേറ്റ് ചെയ്യും എന്നുള്ള ഒരു വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയാൽ ഞാൻ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന ഒരു ടോപ്പിക്ക് ഇതിനോടകം തന്നെ നമ്മൾ പല വീഡിയോയിൽ ഇപ്പോൾ തന്നെ ചർച്ച ചെയ്ത് പോയിട്ടുള്ള പോയിൻ്റാണ്. അതിലേക്ക് ഒരു ഘട്ടം കൂടി നമുക്ക് ഇന്നത്തെ റോയിലൂടെ കാണാൻ സാധിച്ചു. ജെ ഊസോയ്ക്ക് കൊടുക്കുന്ന ഓവർ പുഷിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. WWE എന്ന് പറയുന്ന കമ്പനി നാശത്തിലേക്ക് പോകാൻ ഏക കാരണമായി ഒരു ഓവർ പുഷ് മാറാൻ സാധ്യതയുണ്ട്. കാരണം WWEയെ സംബന്ധിച്ച് ആരാധകരുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞു വരുന്ന ഒരു സമയത്തോടു കൂടിയിട്ടാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തും ആരാധകരെ പിടിച്ചു നിർത്താൻ അവർ ശ്രമിക്കേണ്ടതിന് പകരം ജെ ഊസോയെ പോലെയുള്ള ഒരു മിഡ് കാർഡ് ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട താരത്തിന് മെയിൻ ഇവൻറ്റിൽ വലിയ പുഷ് കൊടുത്ത് അർഹതയില്ലാത്ത വിജയങ്ങൾ കൊടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ അത് ആരാധകർക്ക് എപ്പിസോഡ് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. ഇപ്പോൾ പേഴ്സണലി എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജെ ഊസോ എന്ന് പറയുന്ന താരത്തെ ഇത്രയും വലിയൊരു പുഷ് കൊടുത്ത് കൊണ്ടുവന്നതിൽ ഒട്ടും തൃപ്തനല്ല. ജെ ഊസോ വിജയിക്കാൻ പോകുന്ന മത്സരങ്ങൾ കാണാൻ പോലും താല്പര്യമില്ല. പക്ഷേ നമ്മൾ വീഡിയോ ഒക്കെ തയ്യാറാക്കുന്നത് കൊണ്ട് മാത്രമാണ് ജെ ഊസോയുടെ മത്സരം വീക്ഷിക്കുന്നതും അതിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് പങ്കുവെക്കുന്നതും. ഒരു ടാഗ് ടീം ഡിവിഷൻ അല്ലെങ്കിൽ ഒരു മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പ് അതിലുപരി ജെ ഊസോയെ പൊക്കി കാണിക്കാൻ മാത്രം അദ്ദേഹത്തിന് വലിയ കാലിബർ ഉള്ളതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആരാധകർക്കും അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമൻറ്റ് ബോക്സിലടക്കം അത്തരത്തിലുള്ളൊരു അഭിപ്രായങ്ങളാണ് എപ്പോഴും വരാറുള്ളത്. നമ്മുടെ വീഡിയോയുടെ താഴെ മാത്രമല്ല WWEയുടെ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കിടെയും ജെ ഊസോയ്ക്ക് പോസിറ്റീവായിട്ട് യാതൊരുവിധ അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനിടയിലാണ് ഫേറ്റൽ ഫോർവേയിൽ അടക്കം വിജയിപ്പിച്ച് ജെ ഊസോയെ സെമി ഫൈനലിലേക്ക് അവർ യോഗ്യത കൊടുത്ത് കൊണ്ടുവരുന്നത്. സ്റ്റോറി ലൈൻ പ്രകാരം ജെ ഊസോ വിജയിക്കുന്നതിന് ഒരു കാരണം ഉണ്ടെങ്കിൽ പോലും ജെ ഊസോ എന്ന് പറയുന്ന റെസ്ലറിനെ നിരന്തരമായി വിജയിപ്പിക്കുന്നത് അത് ഷോയെയും കമ്പനിയെയും നല്ല രീതിയിൽ ബാധിക്കും. അത് ക്രിയേറ്റീവ് ടീം മനസ്സിലാക്കിയാൽ മാത്രമേ നല്ല നല്ല പ്രൊഡക്റ്റ് നല്ല നല്ല എപ്പിസോഡ്സ് നമുക്ക് ഭാവിയിൽ കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ 1-2 റെസ്ലേഴ്സിന് മാത്രം പുഷ് ചെയ്ത് കൊണ്ടുവരുന്ന രീതി അത് വലിയ രീതിയിൽ കമ്പനിക്ക് തിരിച്ചടിയാകും എന്നുള്ളത് 2019-20 കാലഘട്ടത്തിലൊക്കെ കമ്പനി മനസ്സിലാക്കിയിട്ട് പിന്നീട് കമ്പനിയുടെ ഒരു സ്ട്രാറ്റജി തന്നെ മാറ്റിയിട്ടാണ് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറി കൊണ്ടുവന്നുകൊണ്ട് അവർ നല്ല രീതിയിൽ ഇപ്പോഴത്തെ ഈ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ പഴയൊരു രീതിയിലേക്ക് തന്നെ തിരികെ പോകുകയാണോ എന്നുള്ളൊരു വിഷമമുണ്ട്. റോ എപ്പിസോഡ് കണ്ടപ്പോൾ ജെ ഊസോയുടെ വിജയമൊക്കെ കണ്ടപ്പോൾ സ്റ്റോറി ലൈന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും അർഹതയില്ലാത്തൊരു വിജയം ജെ ഊസോയ്ക്ക് സമ്മാനിച്ചത് അത് വലിയൊരു വിഷമം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ഒരിക്കൽ കൂടി ഡീറ്റെയിൽ ആയിട്ട് പങ്കുവെച്ചത്. ജെ ഊസോയ്ക്ക് പകരം വേറെ ആരെങ്കിലും വിജയിപ്പിച്ചുകൊണ്ട് കോടിക്ക് എതിരാളിയായി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു മാച്ച് കാണാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ നല്ല നല്ല ഒരു സ്റ്റോറി ലൈൻ ആംഗിൾ ആ ഒരു മത്സരത്തിൽ അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇതെല്ലാം അവർ ഇന്നത്തെ ഒരൊറ്റ വിജയത്തോടു കൂടി കളഞ്ഞു കുളിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് ഇനി വരുന്ന റോ എപ്പിസോഡിൽ കോടി വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള മത്സരം കണ്ടു തന്നെ അറിയാം ഏത് റെസ്ലറിനെയാണ് WWE നിലവിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് എന്നുള്ളത്. അതിന് ഏക ഒരു ഉത്തരം ലഭിക്കാൻ പോകുന്നത് അടുത്ത റോ എപ്പിസോഡിലുമാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം, റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം അതൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.